എനിക്ക് ചെറുപ്പം മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു ഡോക്ടർ ആവണം. നമ്മളൊരു എപ്പോഴും ഡോക്ടറെ അടുത്ത് പോകുമ്പം അവരോട് നമ്മളോടുള്ള ഇൻട്രാക്ഷൻസ് ഒക്കെ കാണുമ്പോൾ നമുക്കെപ്പോഴും ഒരു സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോബിലേക്ക് ഇറങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പറയുകയാണെങ്കിൽ കേരളത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് മെഡിക്കൽ കോളേജാണ്. അവിടേക്ക് എത്തിപ്പെടണമെങ്കിൽ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്ന ആളാണ്. പക്ഷേ പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് നമ്മളൊരു ഹാർഡ് വർക്കിനേക്കാളും കൂടുതൽ സ്മാർട്ട് വർക്ക് എന്നുള്ളൊരു സംഭവമാണ് ഇടേണ്ടത്. നമ്മളെ ടൈം മാനേജ് ചെയ്ത് പഠിച്ചു വരണം. പിന്നെ അൽഹംദുലില്ലാ എല്ലാം പ്രാർത്ഥനയും പാരൻസിൻ്റെ സപ്പോർട്ട് എല്ലാം കൊണ്ട് തന്നെയാണ് നമ്മൾ എത്തുന്നത്. പക്ഷെ പറയുകയാണെങ്കിൽ MBBS പഠിക്കാൻ നിങ്ങൾക്ക് ഒരു ക്ലിനിക്കൽ എക്സ്പോഷറൊക്കെ വേണമെങ്കിൽ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് ഭയങ്കര ബെസ്റ്റ് തന്നെയാണ്. അപ്പം ഇനി വരുന്ന മെഡിക്കൽ ആസ്പിറൻസ് ആവട്ടെ, നീറ്റ് ആസ്പിറൻസ് ആവട്ടെ, ഒരു നീറ്റ് പറഞ്ഞാൽ ഭയങ്കര കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമാണ്. അതിനുവേണ്ടി എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വർക്ക് ഇട്ട് തന്നെ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാലും നമ്മൾ ഫോർവേഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ എടുക്കുന്നത് വെച്ചാൽ ഇവൻ തോ കോഴ്സ് എക്സോസ്റ്റിംഗ് ആണെങ്കിൽ പോലും നമ്മൾ മാനേജ് ചെയ്ത് പോകും. അപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ വർക്ക് ചെയ്യണം. എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻസ് ഒക്കെ നീറ്റിന് വേണ്ടിയിട്ടുള്ള? എവിടെയാണ് കോച്ചിങ്ങിന് പോയത്? ഞാൻ പഠിച്ചത് റേസ് എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിലാണ്. അവിടെയാണ് റിപ്പീറ്റ് ഒക്കെ ചെയ്തത്. അപ്പോൾ ആ ടൈമിൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പക്ഷെ നമ്മൾ കുറേ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ സാധാരണ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഡിഗ്രിക്ക് പോകുന്നുണ്ടാവും, അവർ കോളേജ് എൻജോയ് ചെയ്യുന്നുണ്ടാവും. ആ ടൈമിലായിരിക്കും നമ്മൾ സാക്രിഫൈസ് ചെയ്ത് റിപ്പീറ്റ് ചെയ്യുന്നതും പഠിക്കുന്നതൊക്കെ. ആ ടൈമിൽ കുറച്ച് മൂഡൊക്കെ ചിലപ്പോൾ നല്ല ഡൗൺ ആയിരിക്കും. പക്ഷേ പാരൻസിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിലും ഫ്രണ്ട്സും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് നല്ല രീതിയിൽ പഠിക്കാൻ കഴിയും. പിന്നെ എല്ലാവർക്കും അറിയാം, അപ്പം കൂടുതൽ ഇപ്പം +2 കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ മെഡിക്കൽ എഞ്ചിനീയറിങ് നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് കോഴ്സ് ആവട്ടെ കേട്ടോ, എല്ലാ കോഴ്സിനും അതിൻ്റെതായ റിസ്ക് ഉണ്ട്. പക്ഷേ അത് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൻ്റെതായ ഷെഡ്യൂളും ടൈം ടേബിളൊക്കെ കീപ്പ് ചെയ്തിട്ട് തന്നെ പഠിക്കണം. നമുക്ക് എല്ലാവർക്കും ഉള്ളതായിരിക്കും ആഗ്രഹങ്ങൾ അല്ലേ, പക്ഷേ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ പലപ്പോഴും നമുക്ക് പറ്റാറില്ല. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന ടൈമിൽ ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കയറുന്നത്. റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് പറ്റിയ തെറ്റെന്താണെന്ന് വെച്ചാൽ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു നല്ല മാർക്ക് വേണം അല്ലെങ്കിൽ ഈ കോളേജിൽ കയറണം എന്നൊക്കെ. പക്ഷെ ആ സമയത്ത് പറ്റാവുന്ന വർക്ക് ഇട്ടിരുന്നില്ല. മീൻസ് ഞാൻ എന്ത് ചെയ്യും, ലേറ്റായിട്ട് എഴുന്നേൽക്കും, തോന്നുമ്പോൾ പഠിക്കും, അല്ലാത്തപ്പോൾ വെറുതെ ഇരിക്കുന്നുള്ളൊരു ഫീലായിരുന്നു. പക്ഷേ പിന്നെ മനസ്സിലായത് നമ്മളെക്കാൾ എത്രയോ കൂടുതൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് പുറത്തുള്ള ആൾക്കാർ. ഇപ്പം നമുക്കറിയാം നോർത്തിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് വരുന്നത് അവർക്കാണ്. ഇപ്പം നമ്മളൊരു നീറ്റ് എക്സാം എടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് കൂടുതൽ അവർക്ക് വരാൻ കാരണം അവർ അത്രക്കും നമ്മളിടുന്നതിൻ്റെ ഡബിൾ ട്രിപ്പിൾ എഫേർട്ട് ഇട്ടാണ് അവരെല്ലാവരും പഠിക്കുന്നത്. പക്ഷെ ഒരു പ്രാവശ്യം എക്സാം എഴുതിയപ്പോൾ മനസ്സിലായി നമ്മുടെ റാങ്ക് ലിസ്റ്റൊക്കെ കുറഞ്ഞു വരാൻ കാരണം നമ്മൾ അതിനെ അത്ര സീരിയസ് ആക്കിയിട്ട് എടുക്കാത്തതുകൊണ്ടാണ്. ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആകുമ്പോൾ നമ്മൾ ടൈം ബൗണ്ട് ആയിട്ടാണ് പഠിക്കേണ്ടത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ 1 മിനിറ്റ് എന്നുള്ള സമയം മാത്രമേ നമുക്ക് ആ എക്സാമിന് കിട്ടുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി റിപ്പീറ്റ് ചെയ്ത ടൈമിൽ മാർക്ക് കണ്ടു. ആദ്യം ഞാൻ ഇനി ഡ്രോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, വേറെ ഏതെങ്കിലും കോഴ്സിന് പോകാമെന്നുള്ള തീരുമാനിച്ചു. പക്ഷെ അങ്ങനെ എക്സാമുകളുടെ പുറത്തിറങ്ങി വരുമ്പോൾ ഉപ്പ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഉപ്പനോട് ചോദിച്ചു. ഉപ്പനെ പറഞ്ഞു, ഉപ്പ നമുക്ക് വേറെ നോക്കാം, വേറെ കോഴ്സ് എടുക്കാം. അപ്പം അതിനെന്താ പ്രശ്നം, ഒന്നും കൂടെ എഴുതിയാൽ പോരെ, നമുക്ക് ചാൻസ് ഉണ്ടല്ലോ. പിന്നെ ഒന്നും കൂടെ എഴുതാൻ പോയ ടൈമിൽ ആ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ടൈം ബൗണ്ട് ആയിരുന്നു. നമ്മൾ എപ്പോഴും പറയും രാവിലെ എഴുന്നേറ്റ് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ രാവിലെ എഴുന്നേറ്റ് പഠിക്കാൻ തുടങ്ങി. എൻ്റെ ഷെഡ്യൂൾ മൊത്തത്തിൽ മാറ്റി. അതിൻ്റെ കൂടെ തന്നെ നല്ല പ്രാർത്ഥനയുണ്ടായിരുന്നു, നല്ല ആഗ്രഹവും പ്രാർത്ഥനയും പഠിത്തും. അങ്ങനെ നല്ലൊരു ഫുഡിൻ്റെ ഷെഡ്യൂളൊക്കെ റെഡിയാക്കി ഒരു 6 months പ്രിപ്പറേഷൻ തന്നെ പറയാം. 6 months പ്രിപ്പറേഷൻ വേണം നമുക്കൊരു എക്സാം, ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതണമെങ്കിൽ. അങ്ങനെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ആ 3 മണിക്കൂറിൻ്റെ എക്സാം ഇരുന്ന് എഴുതുമ്പോൾ സമാധാനത്തിൽ നമ്മളൊരു ആൻസർ കുത്താൻ പോകുമ്പോൾ സമാധാനത്തിൽ കുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിൽ പഠിച്ചതുകൊണ്ടാണ് അവിടെ എത്താൻ പറ്റിയത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചിലപ്പം പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ എല്ലാത്തിലൊന്നും ഇൻവോൾവ് ആവാൻ പറ്റിയെന്ന് വരില്ല. ആ സമയത്ത് നമുക്ക് സോഷ്യലി നടക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള പുറത്ത് പോക്ക് അതൊന്നും നടക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ അതൊക്കെ നമുക്ക് കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് സോഷ്യൽ സർവീസിലേക്ക് ഇറങ്ങാം, അല്ലെങ്കിൽ പാലിയേറ്റീവ് സർവീസിലേക്ക് ഇറങ്ങാം, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോകാം. അതിനൊക്കെയുള്ള സമയമുണ്ട്, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്ന് പറയൂലേ. ഒരു പ്രാവശ്യം കിട്ടിയില്ല എന്ന് വെച്ചാൽ ഞാൻ അന്ന് ഡ്രോപ്പ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പം എനിക്ക് ഇവിടെ ഇരിക്കാനും ചാൻസ് ഉണ്ടാവില്ലായിരുന്നു, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിക്കാനും ചാൻസ് ഉണ്ടാവില്ല. പക്ഷെ ആ സമയത്ത് ഞാൻ എടുത്ത ഡിസിഷനും പിന്നെ അന്ന് സാക്രിഫൈസ് ചെയ്തതും കാരണം അതിൻ്റെക്കാൾ എത്രയോ ഇരട്ടി നല്ല സന്തോഷത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഭയങ്കര നമ്മൾ വിചാരിച്ച കാര്യം നമുക്ക് ചെയ്തെടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഇവൻതോ ടൈം എടുത്തു കഴിഞ്ഞാലും നടക്കേണ്ട സമയത്ത് അത് നടക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് ഒരു ഡ്രീമാണ്. നമ്മുടെ ആഗ്രഹത്തിനായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. വേറൊരാളുടെ പിയർ പ്രഷർ കാരണോ അല്ലെങ്കിൽ വേറെ പേരൻസ് പ്രഷർ ചെയ്യുന്നുണ്ടോ ആയിരിക്കരുത് നമ്മൾ ഒരിക്കലും ഈ ഒരു കോഴ്സ് എടുക്കേണ്ടത്. ഒന്നാമത് അറിയാലോ, മെഡിക്കൽ ഫീൽഡ്, പ്രൊഫഷണൽ ഫീൽഡ് ഭയങ്കര അത്യാവശ്യം നല്ല എക്സോസ്റ്റിംഗ് ആയിട്ടുള്ള ഫീൽഡാണ്. അപ്പോൾ നമ്മുടെ ആഗ്രഹം ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു കോളേജിൽ എത്തിക്കഴിഞ്ഞാലും നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാലും നമുക്ക് എന്തോ വേറെ ആർക്കോ വേണ്ടി വർക്ക് ചെയ്യുന്ന പോലെ ഒരു ഫീൽ വരും. നമ്മൾ ഉള്ളിൽ നിന്ന് ആഗ്രഹം വന്നിട്ടാണ് ചെയ്യേണ്ടത്. പിന്നെ ഈ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്കിൽ ഡെവലപ്മെൻറ്റാണ് വേണ്ടത്.
മീൻസ് നമ്മൾ ആ പേപ്പർ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സ്കിൽ ഉണ്ടാക്കുക. ആ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞിട്ട് ആ ക്വസ്റ്റ്യനിൽ നിന്ന് എങ്ങനെ ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ളൊരു സ്കിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം ഒരു ബുക്കിൽ നിന്ന് ഇപ്പം NCERT ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ പഠിപ്പിക്കുന്നത്, ആ ബുക്കിൽ നിന്ന് എവിടുന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാമല്ലോ. പക്ഷെ അങ്ങനെയല്ല, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതിലുള്ള റിസോഴ്സ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ള പ്രാക്ടീസ് ആയിരുന്നു മെയിനായിട്ട് വേണ്ടത്. ആ പ്രാക്ടീസിനാണ് നമ്മൾ സമയം കൊടുക്കേണ്ടത്. കുറേ നേരം തിയറി വായിച്ചിരിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസിന് വേണ്ടി സമയം കൊടുക്കുക. പിന്നെ പറ്റാവുന്ന എല്ലാ എക്സാംസും അറ്റൻഡ് ചെയ്യുക. ക്ലാസ്സസ് ഒക്കെ കുറെ കാണണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം നമുക്ക് കൺസെപ്റ്റ് അറിയുകയാണെങ്കിൽ പിന്നെ നമ്മൾ സ്വന്തം ട്രെയിൻ ചെയ്യാൻ വേണ്ടി ആര് നമ്മൾ എഫേർട്ട് ഇടാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ സ്വന്തം വിചാരിക്കാതെ നമ്മൾ വർക്ക് ചെയ്യൂല. അപ്പൊ എല്ലാവരും സ്വന്തം ഉള്ളിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ എടുക്കുക, അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുക. കുറെ ടൈം ഇരുന്ന് പഠിക്കുന്നതിനേക്കാളും എഫക്റ്റീവായിട്ട് തോന്നിയത് ഇങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ അറ്റൻഡ് ചെയ്ത് നല്ല രീതിയിൽ കുറെ എക്സാംസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് കിട്ടുന്നുണ്ട്. ഒരു ദിവസം എത്ര നേരമൊക്കെ പഠിക്കാറുണ്ട് അഫ്ര? അത് ഓരോരുത്തരുടെ പ്രിഫറൻസ്. ഞാൻ എല്ലാവരും പറയും 10 മണിക്കൂറൊക്കെ പഠിക്കണമെന്ന്, പക്ഷെ എന്നെ കൊണ്ട് 10 മണിക്കൂറൊന്നും ഇരിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ മെയിനായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നോണ്ട് തന്നെ ഒരു 4-5 മണിക്കൂർ, മാക്സിമം 5 മണിക്കൂറൊക്കെ ഞാൻ ഇരിക്കല്. ചില ആൾക്കാർക്ക് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും കേട്ടോ. ഇപ്പൊ എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നില്ലായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ആ നെഗറ്റീവ്സ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ പ്രിഫറൻസ് കൊടുത്തോണ്ട് ഒരു 3 hours എന്തായാലും നമുക്ക് എക്സാമിന് എടുക്കും. അങ്ങനെ രീതിയിൽ നമ്മൾ OMR ഒക്കെ ചെയ്തിട്ടാണ് ചെയ്യാറ്.